ചൂട് കൂടിയതോടെ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു. ഫെബ്രുവരിയിൽ സർക്കാർ ആശുപത്രികളിൽ ചിക്കൻ ബോക്സ് ബാധിച്ച് ചികിത്സയിൽ തേടിയവരുടെ എണ്ണം 138 ഒരു മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ 75 പേരും ചികിത്സ തേടിയിട്ടുണ്ട്. ചിക്കൻ ബോക്സ് രോഗിയുടെ ശരീരത്തിലെ കുമിളകളിൽ നിന്നുള്ള ദ്രാവകങ്ങളിൽ നിന്നും അണുബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയുമാണ് അണുബാധ ഉണ്ടാകുന്നത്. ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ രോഗബാധിതമായ ശേഷം 58 ദിവസം വരെയും അണുക്കൾ പടരാം. രോഗം വന്നു കഴിഞ്ഞു ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണെന്നും ഡോക്ടർ റംസീന ഇബ്രാഹിം പറയുന്നു. ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും ചിക്കൻ പോക്സിനെതിരെയും വാക്സിനുകൾ ലഭ്യമാണ്. ഇതെടുക്കുന്നത് മുഖാന്തരം നമുക്ക് ഇത് വരുന്നതിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, 2 കൈകളും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം, ചെറിയ കുട്ടികളുടെ ഡയപ്പർ മാറ്റിയതിന് ശേഷം ഭക്ഷണവും വെള്ളവും അതിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണ് ജില്ലയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മലിനജലത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പടരുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ ശീതളപാനീയത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും രോഗം പടരാം. രോഗലക്ഷണങ്ങൾ കാണിക്കാൻ 15 മുതൽ 50 ദിവസം വരെ എടുക്കും. ലക്ഷണങ്ങൾ കാണിക്കും മുമ്പ് മറ്റുള്ളവരിലേക്ക് പടരുകയും ചെയ്യും. പനി, കഠിനമായ ക്ഷീണം, സന്ധി, പേശിവേദന, കണ്ണുകൾക്കും മൂത്രത്തിനും മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഛർദി എന്നിവയാണ് ലക്ഷണങ്ങൾ. ജനം, കോഴിക്കോട്.